ചിന്തകൾ ഓരോരുത്തർക്കും വ്യത്യസ്തമാണല്ലേ. അങ്ങനെ വ്യത്യസ്തമായി ചിന്തിച്ച് സ്വന്തമായി ഒരു സ്പീഡ് ബോട്ട് നിർമ്മിച്ചെടുത്ത ഒരാളെ പരിചയപ്പെടാം. എറണാകുളം പൊന്നാരിമംഗലം സ്വദേശി ആൻസൺ ഡിസൂസയാണ് സീപ്ലെയിൻ മാതൃകയിൽ ബോട്ട് നിർമ്മിച്ചത്. കൂടെ മകൻ ഗോഡ്സൺ കൂടി ചേർന്നതോടെ ഒരു ഉഗ്രൻ സ്പീഡ് ബോട്ടാണ് ആൻസൺ കായലിൽ ഇറക്കിയത്. ഒറ്റനോട്ടത്തിൽ കണ്ടാൽ കായലോളങ്ങളെ കീറിമുറിച്ചു പോകുന്ന ഒരു വിമാനം. രണ്ടാമത് ഒന്നുകൂടി നോക്കണം, ഇതൊരു സ്പീഡ് ബോട്ടാണെന്ന് മനസ്സിലാക്കാൻ. വിശാലമായ കായലിൽ ചീറിപ്പായുമ്പോൾ വിമാനമാതൃകയിൽ നിർമ്മിച്ച സ്പീഡ് ബോട്ട് കണ്ണിമ വെട്ടാതെ അങ്ങനെ നോക്കിയിരുന്നു പോകും. ഓളങ്ങളെ തഴുകി മാറ്റിയുള്ള യാത്ര അത്രയേറെ മനോഹരമാണ്. പണിപ്പുരയിൽ 45 ദിവസമാണ് ആൻസൺ ഡിസൂസയും മകൻ ഗോഡ്സണും വിയർപ്പൊഴുക്കിയത്. മുൻഭാഗവും ഇരുവശങ്ങളിലെ ചിറകുകളും കൂർത്ത വാൽഭാഗവുമെല്ലാം ഒരു വിമാനത്തിന് സമാനമാണ്. ജീവിതത്തിൽ വ്യത്യസ്തമായി എന്തെങ്കിലും ചെയ്തേക്കാമെന്ന തോന്നലാണ് ആൻസണെ സീപ്ലെയിൻ മാതൃകയിലുള്ള സ്പീഡ് ബോട്ടിലേക്ക് എത്തിച്ചത്. ബോൾഗാട്ടി കൊച്ചി മൂന്നാർ ഒരു ഫ്ലൈറ്റ് വന്നത്. അപ്പം ഞാൻ അങ്ങനെ എനിക്കൊരു ആശയം തോന്നി. ഞാൻ എൻ്റെ മകനോട് സംസാരിച്ച് നമുക്ക് കൊച്ചി മൂന്നാർ പറക്കാൻ പറ്റത്തില്ല, നമ്മുടെ ബോൾഗാട്ടി മറ്റേ കടമക്കുടി, ചാത്തിയാത്ത്, താന്തോണി, തുരുത്ത് ഇവിടെയൊക്കെ കുറേ റിസോർട്ടുകളുണ്ട്. ആ റിസോർട്ടുകൾ അതൊക്കെ തുരുത്താണ്, അങ്ങാട് ബോട്ടുകളൊന്നും ചെല്ലൂല. അപ്പോൾ എല്ലാവരും ബോട്ടിനും മറ്റേ വഞ്ചിക്കും മറ്റേ യമഹ പിടിച്ച ബോട്ടിനൊക്കെ പോകണം. അപ്പോൾ നമുക്കൊരു ഇതിനായല്ല, ഇതൊരു വ്യത്യസ്തം വേണമല്ലോ, നമുക്കൊരു വെറൈറ്റി വേണമല്ലോ. അങ്ങനെ ഇത് തോന്നി ഒരു സീപ്ലെയിൻ മാതൃകയിൽ ഒരു ബോട്ട് നിർമ്മിച്ചു. സ്വന്തമായി വർക്ക്ഷോപ്പ് നടത്തുന്ന ആൻസണി ബോട്ട് നിർമ്മാണം ഒരു പ്രതിസന്ധിയായിരുന്നില്ല. 8 വർഷങ്ങൾക്കു മുന്നേ സമാനമായൊരു ബോട്ട് നിർമ്മിച്ച പരിചയവുമുണ്ട്. 1 ടണ്ണാണ് ബോട്ടിന്റെ ഭാരം. ഒരേ സമയം 8 പേർക്ക് വരെ സഞ്ചരിക്കാം. വിമാനത്തിൻ്റെതിന് സമാനമായാണ് കോക്പിറ്റ് ക്രമീകരിച്ചത്. 7 ലക്ഷം രൂപയാണ് ബോട്ട് നിർമ്മാണത്തിനുള്ള ചിലവ്. സീപ്ലെയിൻ മോഡൽ ബോട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ഫുള്ളും സ്റ്റീൽ സ്ട്രക്ചറിൽ വെച്ച് മെറ്റൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അടിയിൽ 2 ഫൈബറിൻ്റെ ബോയുണ്ട്. അതിൻ്റെ മേളിലാണ് നമ്മൾ ഈ സീപ്ലെയിൻ മോഡലുള്ള ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ഇത് അതിൻ്റെ ഉള്ളിൽ മോൾഡ് ചെയ്ത് വെച്ചേക്കണത്. ഇത് ഓരോ ഘട്ടമായിട്ട് നമ്മൾ പണിതേക്കുന്നത്. ഒരു 7 lakhs 8 ലക്ഷം രൂപ അത് ഓരോരോ ഘട്ടമായിട്ടാണ് നമ്മൾ ഇത് നിർമ്മിച്ചത്. ലൈസൻസ് ലഭ്യമായതിനു ശേഷം കായലിൽ സർവീസ് ആരംഭിക്കും. ലൈസൻസിനായുള്ള അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞു. ബോൾഗാട്ടി, കടമക്കുടി മേഖലയിലെ വിനോദസഞ്ചാരത്തിനും ഈ സ്പീഡ് ബോട്ട് സർവീസ് ഗുണം ചെയ്യുമെന്നാണ് ആൻസന്റെ പ്രതീക്ഷ. ആൻസൺ ഡിസൂസയും മകനും നിർമ്മിച്ച ഈ സ്പീഡ് ബോട്ട് കായലിലൂടെ ചിറക് വിരിക്കുകയാണ്. ക്യാമറമാൻ അഖിനോടൊപ്പം അമൽനാഥ്, കൈരളി ന്യൂസ്.